We thank the Lord for these moments ഇങ്ങനെയുള്ള അവസരങ്ങൾക്കായി ദൈവത്തെ that സ്തുതിക്കുന്നു. God has given unto us. നമുക്ക് ദൈവം നൽകിയ അവസരങ്ങളും In His great mercy, അവന്റെ വലിയ കരുണയിൽ the Lord has നൽകിയ ഈ gathered us സമയങ്ങൾ once again കൂടി വരുവാൻ that we ദൈവം may നമ്മെ hear സഹായിക്കുകയും God's word. അവന്റെ വചനം കേൾപ്പാനും We thank God for the way the Holy Spirit has been ministering to us during these Wednesday Bible studies. ഈ ബുധനാഴ്ച ബൈബിൾ സ്റ്റഡികളിൽ ദൈവം നമ്മെ നയിക്കുന്ന രീതികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. The Lord has been speaking to us about progressive salvation. ദൈവം നമ്മളോട് പുരോഗമന രക്ഷയെക്കുറിച്ച് That the Lord has saved us ദൈവം നമ്മെ രക്ഷിച്ചു. and our spirit was saved ദൈവം നമ്മുടെ when ആത്മാവിനെ we were രക്ഷിച്ചു. born again. നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ അവൻ നമ്മുടെ ആത്മാവിനെ And രക്ഷിച്ചു. many people stop there with that salvation experience. അനേകർ ആ ഒരു അനുഭവത്തിൽ അവർ നിശ്ചലരായിരിക്കുന്നു. They stop അവിടെ there thinking that അവസാനിപ്പിക്കുന്നു. that's the end of it. They have been born again, they have been baptized, they have been filled in the Holy Spirit. അവർ ആ അനുഭവത്തിൽ തൃപ്തരായി. അവർ വീണ്ടും ജനിച്ചു, അവർ സ്നാനപ്പെട്ടു, അവർ അഭിഷേകം Then they are പ്രാപിച്ചു doing some work for God. എന്ന അവസ്ഥയിൽ തൃപ്തരായി using അവർ their ദൈവത്തിന് gifts. വേണ്ടി ചില ശുശ്രൂഷകൾ And when ചെയ്യുന്നു. the അവർ Lord comes, they will go with the Lord. ആത്മവരങ്ങളിൽ അവർ Or and if they പ്രവർത്തിക്കുകയും die, they will go to heaven. അവർ മരിച്ചാൽ ഇനി ഞാൻ സ്വർഗത്തിൽ But പോകും it's എന്ന so sad to see എന്ന that ഒരു majority കാര്യത്തിൽ of God's people, തൃപ്തരായിരിക്കുന്നു. they have no understanding and there is no openness to see the purpose of their salvation. പക്ഷേ ഇന്ന് ഭൂരിപക്ഷം ജനവും ഈ ദൈവത്തിന്റെ പുരോഗമന രക്ഷയെക്കുറിച്ചുള്ള ഉദ്ദേശം പലരും അജ്ഞരായിരിക്കുന്നു. They have no desire to know the purpose. ആ ഉദ്ദേശം അറിയുവാൻ അവർ താല്പര്യം കാണിക്കാറില്ല. Now, so the Lord has been helping us to see this through these series of Bible studies. ഈ ബൈബിൾ സ്റ്റഡിയിൽ കൂടെ ദൈവം നമ്മൾക്ക് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. Our salvation is progressive. നമ്മുടെ രക്ഷ Our പുരോഗമനായ spirit was രക്ഷയാകുന്നു. saved. ദൈവം നമ്മുടെ ആത്മാവിനെ Now our രക്ഷിച്ചു. soul realm is to be saved. ഇപ്പോൾ നമ്മുടെ പ്രാണന്റെ The തലത്തെ soul അവൻ realm, which is രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. our intellect, our emotion and our will. നമ്മുടെ പ്രാണന്റെ തലത്തിലാണ് നമ്മുടെ ബുദ്ധി, നമ്മുടെ വികാരം, നമ്മുടെ ഇച്ഛാശക്തി. And we thank God for all that God spoke to us during the previous meditations. കഴിഞ്ഞ ധ്യാനങ്ങളിൽ ദൈവം സഹായിച്ച So the Lord രീതികൾക്കായി is ദൈവത്തെ സ്തുതിക്കുന്നു. changing our thought realm. ദൈവം നമ്മുടെ ചിന്താ മണ്ഡലത്തെ As we saw മാറ്റിക്കൊണ്ടിരിക്കുന്നു. from the book of Romans chapter 12, റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെ be transformed by the renewing of your mind. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്ന് You know, പൗലോസ് റോമർക്കെഴുതിയ be വിശ്വാസികൾക്ക് എഴുതി. transformed by the renewing of your mind. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. You know, so the Lord says, be not conformed to this world, ഈ ലോകത്തോട് അനുരൂപപ്പെടാതെ but be transformed. പിന്നെയോ You know, so നിങ്ങൾ we see that രൂപാന്തരപ്പെടുവിൻ. responsibility is on us. ആ ഉത്തരവാദിത്വം നമ്മൾ You know, ഓരോരുത്തരുടേതുമാകുന്നു. transformation and transfiguration, these are things that has to happen in our lives now in obedience to God's word. ഈ രൂപാന്തരപ്പെടൽ അനുഭവിക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ഉത്തരവാദിത്തം നാം That is to ഓരോരുത്തരുമാകുന്നു. take place in our lives in this present moment. ഈ രൂപാന്തരം ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ This അനുഭവിക്കേണ്ട change ഒരു in our കാര്യമാണ്. minds will have to take place now. That's where salvation is to come forth in our lives. ഈ മനസ്സിൽ ഉള്ള രൂപാന്തരം നമ്മൾ അനുഭവിക്കേണ്ടത് ഈ ഒരു കാലഘട്ടത്തിലും ഈ We വർത്തമാന heard very സമയത്താകുന്നു. clearly നമ്മൾ വ്യക്തമായി that many കേട്ട a ഒരു കാര്യം, time we think, പലപ്പോഴും we think the way man thinks. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് To be സാധാരണ carnally മനുഷ്യർ minded ചിന്തിക്കുന്നത് is death, പോലെയാകും we ചിന്തിക്കുന്നത്. heard. ജഡീക ചിന്ത മരണമത്ര എന്ന് നമ്മൾ Oh, we വായിച്ചു. thank റോമർക്കെഴുതിയ God for ലേഖനം all 8-ാം that the അധ്യായം. Holy Spirit helped us to learn during these meditations. ഈ ദിവസങ്ങളിൽ ഈ ധ്യാനത്തിൽ കൂടെ ദൈവം നമ്മൾ For as we saw from the book of Proverbs chapter 23 and verse 7, for as
he thinketh in his heart so easy. സദൃശ്യവാക്യം 23-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെ ഒരു വ്യക്തി ചിന്തിക്കുന്നത് You പോലെയാകുന്നു know, ആ so വ്യക്തി. we saw very clearly നമ്മൾ വ്യക്തമായി കണ്ട that ഒരു the കാര്യം, devil is not the problem. പിശാചല്ല നമ്മുടെ പ്രശ്നം. He is against us, we know. നമുക്കറിയാം പിശാച് But നമുക്കെതിരായി നിൽക്കുന്നു the great എന്നും. problem in our lives is our own mind. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ പ്രയാസവും ഇല്ലെങ്കിൽ The way we പ്രശ്നം think. നമ്മൾ ചിന്തിക്കുന്ന രീതിയാകുന്നു. The way we say things നമ്മൾ സംസാരിക്കുന്ന രീതിയാണ് and the നമ്മുടെ way ഏറ്റവും we വലിയ do പ്രശ്നം. things. നമ്മൾ എപ്രകാരം ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. So we determine what we are. നാം നമ്മളെ So തന്നെ we need to അവസ്ഥയെ change നിർണയിക്കുന്നു. our minds. അതുകൊണ്ടാണ് നമ്മുടെ And we മനസ്സിൽ thank നമ്മുടെ God for ചിന്താരീതിയിൽ all that മാറ്റം the Lord ആവശ്യം. spoke to us. ദൈവം നമ്മളോട് സംസാരിച്ച എല്ലാ കാര്യങ്ങൾക്കായി And ദൈവത്തെ we'd like to സ്തുതിക്കുന്നു. move on. നമുക്ക് We മുന്നോട്ട് also പോകാം. heard very clearly last week, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ ഒരു the കാര്യം ഇവിടെ life of a കേൾക്കാൻ man ഇടവന്നു. does not consist in the things which he possesses. ഒരു വ്യക്തി ശേഖരിച്ചതും ഒരു വ്യക്തിയുടെ വസ്തുവകൾ അല്ല ആ വ്യക്തിയുടെ Yes. വ്യക്തിത്വത്തെ What തീരുമാനിക്കുന്നത്. men would call life is really death, we heard last week. മനുഷ്യൻ ജീവൻ എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ അത് മരണമത്രേ. Everything outside of Christ, nature is a lying vanity. ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് പുറമെയുള്ളത് എല്ലാം വ്യർത്ഥവും So വ്യാജവുമാകും. we saw very clearly from God's word ദൈവവചനത്തിൽ that നിന്ന് which നമ്മൾ men വ്യക്തമായി call കണ്ടത് life is really death. മനുഷ്യൻ ജീവൻ എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ അത് That which is മരണമത്രേ. temporal is the realm of death. താൽക്കാലികമായത് That which is not മരണത്തിന്റെ seen തലമാകും. is a realm of endless life. പക്ഷെ കാണാത്തതോ അനന്തമായ ജീവിതത്തിന്റെ. And that which is temporal is passing away. താൽക്കാലികമായത് And that which നീങ്ങിപ്പോകുന്നു. is of God is eternal. ദൈവത്തിൻ്റെതായത് അത് And it is ശാശ്വതമാകുന്നു, നിലനിൽക്കുന്നു, അത് നിത്യമാകുന്നു. And we saw very clearly from Luke chapter 12 ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ about that നമുക്ക് man that parable the Lord spoke. യേശു പറഞ്ഞ ആ ഉപമയെക്കുറിച്ച് When he നമ്മൾ was കാണാനിടവന്നു. blessed, അവൻ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ, in the natural, അവൻ സ്വാഭാവികമായ അനുഗ്രഹം പ്രാപിച്ചപ്പോൾ, he said, I will pull down my barns, ഞാൻ ഇത് ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ എന്റെ I will build കളപ്പുരകളെ them പൊളിക്കും, again and bigger ones, അധികം വലുതായത് ഞാൻ and I പറഞ്ഞു. will say to my soul, ഞാൻ എന്നോട് you തന്നെ have so പറയും, much. നീ ഇത്രയും The Lord, ശേഖരിച്ചു. thou fool. ദൈവം അവനോട് If you are പറയുന്നു, called tonight, മൂടാ, ഈ whose will രാത്രി all these things നിന്റെ be? പ്രാണനെ നിന്നോട് The ചോദിക്കുന്നുവെങ്കിൽ Lord conveyed a very important ആർ? message. ആർക്കാകുന്നു? A man's life does not consist in what he possesses. ഒരു വ്യക്തിയുടെ ജീവിതം What he has ആകത്തുക attained in life. അവൻ ശേഖരിച്ചതിലല്ല അവന്റെ Such as ആകത്തുക maybe his ആയിരിക്കുന്നത്. job, അവന്റെ his ജോലിയോ, titles, അവന്റെ പദവിയോ, his degrees, അവന്റെ പഠിപ്പോ, or his possessions, അവന്റെ ധനമോ, or the things that he has he has achieved for himself. അവന് വേണ്ടി തന്നെ നേടിയ കാര്യങ്ങളോ, All these things are in the realm of the temporal. We can ഇതെല്ലാം never take it from this world. ഇതെല്ലാം താൽക്കാലിക തലത്തിലുള്ളതാകുന്നു. ഇത് നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല. So the Lord made it very clear ദൈവം വ്യക്തമായി പറഞ്ഞൊരു that we കാര്യം, cannot take them from here. ഈ ഭൂമിയിൽ But നിന്ന് then ഇതൊന്നും why നമുക്ക് waste കൊണ്ടുപോകാൻ your കഴിയില്ല. faith for these things? പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ വിശ്വാസം ഈ കാര്യങ്ങൾക്ക് Many വേണ്ടി നമ്മൾ faith preachers ചെലവഴിക്കുന്നത്? preach about prosperity, blessing and natural blessings. ഇന്ന് അനേക പ്രാസംഗികർ അവർ വിശ്വാസത്തെ Yes. സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി But faith is ഉപയോഗിക്കുവാനായിട്ട് to be used അവർ for the പ്രോത്സാഹിപ്പിക്കുന്നു. realm പക്ഷേ which is unseen. വിശ്വാസത്തെ ഉപയോഗിക്കേണ്ടത് കാണാത്തതിനെ പ്രാപിക്കേണ്ടതിനാകുന്നു. That is what the scripture says നിത്യമായതിനെ very clearly. പ്രാപിക്കേണ്ടതാകും. അതാകുന്നു ദൈവവചനം വ്യക്തമായി Faith they looked വ്യക്തമായി for. പറയുന്നു. A city whose വിശ്വാസത്താൽ builder അവർ and maker is God. It was an unseen realm. ദൈവം ശില്പിയായതും ദൈവം നിർമ്മിച്ചിരിക്കുന്ന നഗരത്തിനു വേണ്ടി അവർ കാത്തിരുന്നു. അദൃശ്യനായ ദൈവത്തിനു വേണ്ടി അവർ So, കാത്തിരുന്നു. brothers, we have to move on. Brothers and sisters, we have to move on tonight. But somehow I had a burden to say these few words before we progress tonight. നമുക്ക് മുന്നോട്ട് പോകുന്നതിന് മുൻപേ ഈ ചില But കാര്യങ്ങൾ let me say this very പറയുവാൻ ദൈവം എന്നെ clearly പ്രേരിപ്പിച്ചുകൊണ്ട് to all my ഞാനിത് brothers പറയുന്നു. and sisters. സോ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളോട് You know, we പറയാനുള്ള ഒരു need കാര്യം faith. ഉണ്ടാകുന്നു. നമുക്ക് And that is the വിശ്വാസം greatest ആവശ്യമാണ്. ആ വിശ്വാസം വളരെ Where there is no ആവശ്യമുള്ളതാണ്. money, faith works. But പണമില്ലെങ്കിൽ you may have money, but വിശ്വാസമുണ്ടെങ്കിൽ there is no faith. It അവിടെ അത് will പ്രയോഗിക്കും. bring you into great disillusionment.
പക്ഷെ പണമുണ്ട്, വിശ്വാസമില്ലെങ്കിൽ അത് നമ്മളെ വലിയ There are ആശയക്കുഴപ്പത്തിലേക്ക് many നയിക്കും. people with money, but they are running helter-skelter with money. They find no answers. പലർക്കും പണമുണ്ട്, പക്ഷെ അവർക്ക് There are many with this kind അവർക്ക് of feeling and സമാധാനമില്ല. mentality among Christians, അവർക്ക് believers, അസ്വസ്ഥതയാകും. maybe in our own midst. നമ്മുടെ മധ്യത്തിലും ചില വിശ്വാസികൾക്ക് ഈ ചോദ്യം ഉയരാറുണ്ട്. They could be like this. അവരും Where they feel where ഇപ്രകാരമുള്ളവരായിരിക്കും. we need money, we need to have money. അവർ ഇങ്ങനെ Faith is ചിന്തിക്കാറുണ്ട്, not going to help me. പണം ആവശ്യമുള്ളവർക്ക് That's a പണം wrong ആവശ്യം, confession. വിശ്വാസമല്ല. പക്ഷെ ആ But I want to ഏറ്റുപറച്ചിൽ tell you, ശരിയല്ല. brothers and sisters, എനിക്ക് നിങ്ങളോട് when പറയാനുള്ള we ഒരു have കാര്യം ഇതാണ്. faith, നമുക്ക് we have വിശ്വാസമുള്ളപ്പോൾ everything we need in our lives. നമുക്ക് ആവശ്യമുള്ളതെല്ലാം അതിൽ ഉൾക്കൊള്ളിട്ടുണ്ട്. But we need money. God will provide as we have faith in Him. പണം ആവശ്യമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ അളവിൽ ദൈവം Every ആവശ്യത്തിന് need will be പുറമെ met ദൈവം when we നൽകും. have trust and faith in the living God. And the Lord speaks that repeatedly in His word. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം സന്ധിക്കും. അതിന്റെ ആവശ്യത്തിന്റെ സമയത്ത് ദൈവം നൽകും. അത് വേദപുസ്തകത്തിൽ ദൈവവചനം വ്യക്തമായി പറയുന്ന ഒരു So, as കാര്യമാണ്. I would like to underline this again. ഈ കാര്യം ഞാൻ The വീണ്ടും realm of the അടിവരയിക്കാൻ Spirit is ആഗ്രഹിക്കുന്നു. the real world. The realm of the ആത്മാവിന്റെ Spirit is the real തലമാകുന്നു world. യഥാർത്ഥ ലോകം, യഥാർത്ഥ തലം. Yes. It is eternal. ആ തലം നിത്യമാകുന്നു. ആത്മാവിന്റെ തലമാണ് യഥാർത്ഥ തലം. ആ തലം നിത്യമാകുന്നു. We who trust in God and put our confidence in Him, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായി തീർക്കുന്ന the Lord ജനത്തെ will lead us in the path of the unseen. ദൈവം ആ ജനത്തെ അദൃശ്യമായ Yes. പാതയിൽ അവരെ നയിക്കും. God has a people in the earth in these end times. ഈ അന്ത്യകാലത്ത് ദൈവത്തിന് അങ്ങനെയുള്ള ഒരു People who ജനമുണ്ട്. have seen the realm of the Spirit. ആത്മാവിന്റെ തലത്തെ ദർശിച്ചവരായ ഒരു ജനം ആയിരിക്കും അവർ. Death is not working in them, അവരുടെ ഉള്ളിൽ മരണം but rather വ്യാപരിക്കുന്നില്ല. life is working in them. മരണത്തിന് പകരം അവരിൽ The life of ജീവനാകുന്നു Christ within. വ്യാപരിക്കുന്നത്. ക്രിസ്തുവിന്റെ ജീവൻ അവരിൽ Christ within വ്യാപരിക്കുന്നു. us, the hope of glory. മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു അവരിൽ വ്യാപരിക്കുന്നു, അവരിൽ Let us പ്രവർത്തിക്കുന്നു. not bind this strong man in us. ഈ ബലവാനേക്കാളുള്ള Now, ബലവാനെ let us not നമ്മൾ limit this പരിമിതിപ്പെടുത്തരുത്. one within us. നമ്മളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ As we നമ്മൾ saw from പരിമിതിപ്പെടുത്തരുത്. Isaiah chapter 9 verse 6 to 7, there is an endless increase that flows from him. യെശയ്യാവ് 9-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെ അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്ക് And his അന്ത്യമില്ല. kingdom has no limitation. അവന്റെ രാജ്യത്വത്തിന് അളവില്ല. So brothers and sisters, may God help us to hear what he has to say further even tonight. ഈ രാത്രി സമയം ദൈവം തുടർമാനമായി This world നമ്മളോട് is സംസാരിക്കാനുള്ള going കാര്യം crazy. നമുക്ക് കേൾക്കാം. ഈ ലോകം വട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. Crazy, becoming mad. ഈ ലോകം വട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു Yes. സമയം. The whole world is getting crazy, mad, disillusioned because of all that is happening. ഭ്രാന്തും ഒരു ലക്കുമില്ലാത്തൊരു Yes, അവസ്ഥയിലായിരിക്കുന്നു but the ഇന്നത്തെ people of ലോകം. God, പക്ഷെ ദൈവജനം we are talking about a kingdom. ഒരു A രാജ്യത്തെക്കുറിച്ചാകുന്നു kingdom നാം that is സംസാരിക്കുന്നത്. righteousness നീതിയും സമാധാനവും and സന്തോഷവും peace ആയ and ദൈവത്തിന്റെ രാജ്യം, joy in the Holy Ghost. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നിറഞ്ഞ So ആ listen ദൈവരാജ്യം. carefully. This world is getting into darkness. ഈ ലോകം ഇരുട്ടിലേക്കും It's getting അന്ധകാരത്തിലേക്കും crazy. നീങ്ങുന്നു. ഈ It ലോകം is getting ഭ്രാന്ത് into പിടിക്കുന്നു. confusion. അത് But ആശയക്കുഴപ്പത്തിലേക്ക് അവർ we as പോകുന്നു. God's people redeemed by the blood of Jesus Christ, we are talking about righteousness, peace and joy in the Holy Ghost, which is the kingdom of God. പക്ഷെ ദൈവത്തെ ഭയപ്പെടുത്തുന്ന ദൈവജനം നീതിയും സമാധാനവും ക്രിസ്തുയേശുവിലുള്ള സന്തോഷം നിറഞ്ഞ ദൈവരാജ്യത്തെക്കുറിച്ചാകുന്നു നാം പ്രസ്താവിക്കുന്നത്. Many people are talking about how dark it is. പലരും എത്രമാത്രം ഇരുട്ടും അന്ധകാരവും They're talking how നിറഞ്ഞിരിക്കുന്നു bad എന്ന് it is. എല്ലാവരും സംസാരിക്കുന്നു. അവർ
And sure, ഇരുട്ടിനെ it is കുറിച്ച് getting സംസാരിക്കുന്നു. out there into all darkness and into those bad things, undoubtedly. ഈ കാര്യം വാസ്തവമാണ്. There is no ചുറ്റുപാടും doubt അന്ധകാരം about it. വർദ്ധിക്കുന്നു, അത് It is വർദ്ധിക്കുന്നു. getting to that realm and to that place as the word of God says. ദൈവവചനം പ്രസ്താവിക്കുന്ന പോലെ തന്നെ ഈ ലോകം അതിന്റെ As അവസ്ഥയിലേക്ക് we have പോകുന്നു. been hearing, നമ്മൾ കേൾക്കുന്നത് പോലെ it's not going to get better, ഈ ലോകത്തിന്റെ but it's സ്ഥിതിഗതി going to get worse. മെച്ചമാകാൻ പോകുന്നില്ല, പക്ഷെ ഇനിയും Everywhere as we ഇനിയും look around, മോശമായി that's what we see. തീരും. ചുറ്റുപാടും ഇതാകുന്നു നമ്മൾ Both in the കാണുന്നത്. secular world and even in the church world. ലോകത്തിലാട്ടെ ആത്മീയ ഗോളങ്ങളിലാട്ടെ ഇത് തന്നെ But the സംഭവിക്കും. people of God, redeemed by the blood of Christ with a purpose, they speak about a kingdom to come. പക്ഷെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം അവർ വരുവാനിരിക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് അവർ പ്രസ്താവിക്കുന്നു. Turn with me to the book of Proverbs chapter 4 and verse 18. സദൃശ്യവാക്യം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലേക്ക് Which is a very, important scripture, a scripture we have been referring many a time. പലപ്പോഴും നമ്മൾ ഈ ഒരു ഭാഗത്തെ ഈ വേദഭാഗത്തെ നമ്മൾ Proverbs സംസാരിച്ചിട്ടുണ്ട്, chapter 4 ധ്യാനിച്ചിട്ടുണ്ട്. and verse 18. We have to go quickly, please, brothers. Yes. But the path of the just is the shining light, and shineth more and more unto the perfect day. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ ആകുന്നു, അത് നട്ടുച്ചവരെ So the scripture അധികം says, ശോഭിച്ചു വരുന്നു. the path of the just is as the shining light, നീതിമാന്മാരുടെ പാതയോ and പ്രഭാതത്തിന്റെ shineth വെളിച്ചം more പോലെ and ആകുന്നു, more unto the perfect day. അത് നട്ടുച്ചവരെ അധികം ശോഭിച്ചു വരുന്നു. Yes. Now this is what the word of God says. ഇതാകുന്നു Now വേദപുസ്തകം listen very പറയുന്നത്. carefully. ശ്രദ്ധിച്ചു കേൾക്കാം. When we look at the world out there, നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള we ലോകത്തേക്ക് നാം see നോക്കുമ്പോൾ darkness അവിടെ ഇരുട്ടും and an increase of darkness. കൂരിരുട്ടും നമ്മൾ കാണുന്നു. But the word of God says, പക്ഷെ ദൈവവചനം പറയുന്നത് the path of the righteous, നീതിമാന്റെ പാതയോ it is becoming brighter and brighter. അത് Now, അധികം this is something ശോഭിച്ചു that വരുന്നു. as God's people, redeemed by the blood of Jesus Christ, as his remnant in this hour, we must know. ദൈവത്തിന്റെ ശേഷിപ്പായും അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം ഇത് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. Saints, things are going to be worse upon this earth. ഈ ഭൂമിയുടെ The most ഘടകങ്ങൾ മോശമായി intelligent, the തീരും. most educated, the most capable cannot do anything. ഏറ്റവും പഠിപ്പുള്ളവരും ശാസ്ത്രന്മാരും ഇതിന് ഒന്നും The ചെയ്യുവാൻ word of God കഴിയുകയില്ല. is very clear about what is coming upon this earth. ഈ ഭൂമിയിലേക്ക് വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് വേദവസ്തം വളരെ But വ്യക്തമായി the word പറയുന്നു. of God is also very clear about his righteous. പക്ഷെ ദൈവത്തിന്റെ നീതിമാന്മാരെ കുറിച്ചും It says that ദൈവം the വളരെ path of വ്യക്തമായി the പറയുന്നു. just is going to be a path of increasing light. നീതിമാന്മാരുടെ പാതയോ അധികം ശോഭിച്ചു വരും എന്ന് While ദൈവവചനം darkness is വ്യക്തമായി പറയും. increasing, ഒരു വശത്ത് the path of some അന്ധകാരം are going വർദ്ധിക്കും. to increase. The light in their path is going to increase. ചിലവരുടെ പാതയിലുള്ള വെളിച്ചം അധികമായി ശോഭിച്ചു വരും. Yes, that's what the scripture says. ഇതാകുന്നു The വേദവസ്തം പറയുന്നത്. path of the righteous, or the path of the just, നീതിമാന്മാരുടെ പാത, are people who talk about the kingdom, ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ജനം, the kingdom which is righteousness, peace നീതിയുള്ള and ആ joy രാജ്യം, in the Holy Ghost. നീതിയും സമാധാനവും ദൈവത്തിലുള്ള സന്തോഷം Their നിറഞ്ഞ path, ദൈവത്തിന്റെ രാജ്യം, the ആ path of അവരുടെ the just, the path of പാത righteous. അന്വേഷിക്കുന്നു പോകുന്നവരുടെ പാത, The path of his redeemed, that വീണ്ടെടുക്കപ്പെട്ടവരുടെ is like പാത, a shining path. അത് ശോഭയേറുന്ന A ഒരു path that പാതയായിരുന്നു. shines and shines. അത് അധികമായി ശോഭിക്കുന്നു. Oh, we thank God for that. Lay ദൈവത്തെ hold of that, സ്തുതിക്കുന്നു. brothers and sisters. അതിനെ This നമുക്ക് is God's word, മുറുകെ not my പിടിക്കാം. word. ഇത് I would like to ദൈവവചനമാകും, read from എന്റെ other വാക്കുകളല്ല. translations. മറ്റു തർജ്ജമയിൽ ഞാൻ But the വായിക്കട്ടെ. path of the righteous is as the light of dawn, going on and brightening unto meridian day. सुबह की जो ज्योति है, किरण है, उसके समान वो होता है और दोपहर में बढ़ता चला जाता है. Yes, this is Rotherham translation. And I would like to read from
Revised Standard Version, it says, which shines brighter and brighter until full day. और वो चमकता जाता है दोपहर के അത് അധികം അധികമായി ശോഭിച്ചു വരുന്നു. I would like to read from New American Standard Version. It says, that grow in brilliance till perfect day. और वो बढ़ते हुए क्रम में അത് തെളിഞ്ഞു വരുന്നു. I would like to read from ദിവസത്തിലൂടെ Moffat അത് തെളിഞ്ഞു translation. വരുന്നു. It says, the course of good men, like a ray of dawn, shines on and on to the full light of day. और धर्मियों की चाल उस चमकती हुई ज्योति के समान जिसका प्रकाश दोपहर का सा പ്രകാശം Oh, it's a വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. wonderful translation. I would like to read that. That's Moffat's translation. The Moffat's course translation. of good men, like a ray നീതിമാന്റെ of പാത. dawn, shines on and on to the full light of day. അത് പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ അത് അധികം അധികമായി ശോഭിച്ചു വരുന്നു, വർദ്ധിച്ചു Young's വരുന്നു. literal translation says like this: going on and brightening till the day is established. और जिस Hallelujah. से दोपहर की जो चमक या प्रकाश होता है उस प्रकाश से वो बढ़ता चला जाता है। I'd like to read again from the Living Bible translation. It says, but the good man walks along in the ever brightening light of God's favor. The dawn give way to the morning splendor. भले व्यक्ति की चाल चमकती हुई ज्योति के समान रहती है और दोपहर के प्रकाश के समान बढ़ता जाता है। And I would like to read finally from the Amplified Classic Translation, which says, but the path of the uncompromisingly just and righteous is like the light of dawn that shines more and more, brighter and clearer until it reaches the full strength and glory in the perfect to be prepared day. Now that's very difficult to translate, but I would like to read that again. But the path of the uncompromisingly just and righteous വിട്ടുവീഴ്ച നൽകാത്ത വിശ്വാസികളുടെ ജീവിതമോ അവരുടെ പാതയോ is like the light of dawn that shines more and more brighter. പ്രഭാതത്തിന്റെ വെളിച്ചം പോലെയാകുന്നു, അത് അധികം അധികമായി ശോഭിക്കുന്നു. ज्योति के समान चमकते और बढ़ते हुए क्रम में महिमा के समान उनका उजाला बढ़ता जाता है। Clearer until it reaches its full strength and glory in the perfect to be prepared day. നട്ടുച്ച വരെ Hallelujah. അത് അധികം അധികമായി Yes. തികഞ്ഞ ദിവസമാകുന്നത് വരെ അത് So വർദ്ധിച്ചു all these വരുന്നു. translations tell us one thing: ഈ എല്ലാ തർജ്ജമയിൽ നിന്നും till it കാണുന്ന reaches കാര്യം its full strength and glory പൂർണ്ണതയിൽ in the എത്തുന്നത് വരെ, perfect to be prepared day. ആ ഒരുക്കപ്പെട്ട Hallelujah. നാളിൽ വരെ So അത് one thing is അധികം very clear, അധികമായി brothers and sisters. ശോഭിച്ചു വരും. While darkness is increasing upon this earth, ഒരു വശത്ത് ഇരുട്ടും and അന്ധകാരവും darkness even വർദ്ധിക്കുമ്പോൾ amongst God's people, ദൈവജനത്തിന്റെ മധ്യത്തിലും ഈ ഇരുട്ട് we വർദ്ധിക്കുമ്പോൾ, see that the path of the just പക്ഷെ നീതിമാന്റെ പാതയോ are people who seek for the kingdom, ദൈവരാജ്യത്തെ which is അന്വേഷിക്കുന്നവരുടെ righteousness, ജീവിതത്തിൽ peace, and joy in the Holy Ghost, അവന്റെ സമാധാനവും സന്തോഷവും who will അന്വേഷിക്കുന്നവരുടെ give ജീവിതത്തിൽ themselves to this purpose of their salvation. ഈ രക്ഷയുടെ ഉദ്ദേശത്തിന് വേണ്ടി അവരെ തന്നെ ഏൽപ്പിച്ചു They കൊടുക്കുന്ന want ഒരു ജനം, their soul to be saved in these times, അവരുടെ പ്രാണൻ that രക്ഷപ്പെടുവാനായി even their ആഗ്രഹിക്കുന്ന ജനം, bodies shall be saved. അങ്ങനെയുള്ളവരുടെ ശരീരം പോലും Yes. വീണ്ടെടുക്കപ്പെടും. That is the full salvation. അതാകുന്നു പൂർണ്ണ രക്ഷ. Their path is going to be shining. അവരുടെ പാത അധികം Hallelujah. അധികമായി Their light ശോഭ, is going to increase. അവരുടെ വെളിച്ചം വർദ്ധിച്ചു. God will send His word, ദൈവം അവന്റെ വചനത്തെ which അയക്കും. is light, അവന്റെ വെളിച്ചമുള്ള and അവന്റെ through the വചനത്തെ അയക്കും. word that He sends in this hour, അവൻ അയക്കുന്ന വചന മുഖാന്തരം प्रकाश जो कि वो इन दिनों में भेज that is going to increase the light of the just. और वे
ആ വചനം Hallelujah. അവരുടെ ജീവിതത്തിൽ അധികമായി And how much God's ശോഭയുള്ളതായി തീരും. remnant വെളിച്ചം church, നൽകുന്നത്. His people should really look to the Lord for His present word that will give them the light in these dark moments, that they will be prepared for that perfect day and to that glorious day. ഈ വചനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ട ആവശ്യം എത്രയധികമുണ്ട് നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ. ഈ വചനമാണ് നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമായി. Now please turn with me to the book of Joel chapter 2. യോയേലിന്റെ പ്രവചനം The book of Joel and chapter 2. രണ്ടാം അധ്യായം. Joel chapter 2. Verse 1 and 2. അതിന്റെ 1-2 വാക്യം. Blow ye the trumpet in Zion, and sound an alarm in my holy temple, or holy mountain. Let all the inhabitants of the land tremble, for the day of the Lord cometh, for it is nigh at hand. A day of darkness and of gloominess, a day of clouds and of thick darkness, as the morning spread upon the mountains. A great people and a strong, there hath not been ever the like, neither shall be any more after it, even to the years of many generations. സിയോനിൽ കാഹളം ഊതുവിൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ. യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ടും അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. ഇരുട്ടും അന്ധകാരവും ഒരു ദിവസം, മേഘവും കൂരിരുട്ടുമുള്ള ഒരു ദിവസം തന്നെ. പർവ്വതങ്ങളിൽ പരന്നിരിക്കുന്ന പ്രഭാതം പോലെ പെരുപ്പവും ബലവുമുള്ള ഒരു ജാതി, അങ്ങനെയുള്ളത് പണ്ടുണ്ടായിട്ടില്ല, ഇനിമേൽ തലമുറ തലമുറയായുള്ള ആണ്ടുകളോളം ഉണ്ടാകുകയില്ല. യോയേൽ He പ്രവാചകൻ says the day of the പറയുന്നു, Lord is dark and gloomy. ഇരുട്ടും അന്ധകാരമുള്ള ഒരു It is ദിവസമായിരിക്കുമെന്ന്. darkness and is മേഘവും gloominess. കൂരിരുട്ടുമുള്ള ഒരു ദിവസം But തന്നെ. it is also like the morning that spread upon the mountains. പക്ഷെ പർവ്വതങ്ങളിൽ പരന്നിരിക്കുന്ന As we read പ്രഭാതം in Isaiah പോലെയായിരിക്കും. chapter 60, യശയ്യാവ് 60-ാം അധ്യായത്തിൽ a നമ്മൾ scripture which വായിക്കുന്നത് we all know very well. നമുക്ക് വളരെ വ്യക്തമായി അറിയുന്ന ഒരു Turn ഭാഗമാണ്. with me to Isaiah chapter 60. യശയ്യാവ് 60-ാം അധ്യായം. It says in verse 1, I will read verses 1 to 3 perhaps. 1-3 Arise, വരെ വായിക്കാം. shine, for thy light is come, and the glory of the Lord is risen upon thee. For behold, the darkness shall cover the earth, and gross darkness the people. But the Lord shall arise upon thee, and his glory shall be seen upon thee. And the Gentiles shall come to thy light, and the kings to the brightness of thy rising. Yes. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ Yes. Now the പ്രത്യക്ഷമാകും. scripture says here very clearly, darkness shall cover the earth, ഇരുട്ടും gross അന്ധകാരവും darkness the people, കൂരിരുട്ട് but the Lord shall arise upon thee. ജാതികളെ മൂടും, പക്ഷെ ദൈവം Now അവന്റെ how ജനത്തിന്റെ true മേൽ it is. The പ്രകാശിക്കും, path of the എഴുന്നേൽക്കും. just is going to be shining and shining. നീതിമാന്റെ പാതയോ പ്രകാശമുള്ളതായി As തീരുമ്പോൾ, we read in the book of Joel, യോയേലിന്റെ the day of the പ്രവചനത്തിൽ Lord വായിക്കുന്നു, is darkness and gloominess. യഹോവയുടെ നാൾ ഇരുട്ടും അന്ധകാരവും But it നിറഞ്ഞതായിരിക്കും. is going to be like a morning spread upon the mountains. പക്ഷെ പർവ്വതങ്ങളിൽ പറന്നിരിക്കുന്ന Darkness shall പ്രഭാതം cover the പോലെയായിരിക്കും. ഇരുട്ടും But the അന്ധകാരം glory of the Lord is risen upon his church. യഹോവയുടെ മഹത്വം അവന്റെ Hallelujah. സഭയമേൽ ഉദിച്ചിരിക്കുന്നു. Amen. Now this is important for us to see. ഇത് കാണാൻ Two things are happening at the ആവശ്യമാണ്. same time. ഇത് രണ്ടും ഒരു സമയത്ത് തന്നെ സംഭവിക്കുന്നു. Hallelujah. The path of the just is becoming brighter. നീതിമാന്റെ പാത ശോഭയുള്ളതായി തീരുന്നു, Is brightening. ശോഭയേറുന്നു, It is getting brighter. അത് ശോഭയേറുന്നു. The course of the good men is like a ray of dawn. It പ്രഭാതത്തിൽ shines on and on
till the full light of the ദിവസം day. പോലെ അത് അതിന്റെ പൂർണ്ണതയിലേക്ക് വരുന്ന Ever പോലെയായിരിക്കുന്നു. അത് പ്രകാശമുള്ളതായി It's ever brightening until the noon time. So we need to understand this, brothers and sisters. അതിന്റെ പ്രകാശം വർദ്ധിക്കുന്നു. Regardless of what is happening, God is, doing, He has covenanted, He has promised to do a work in His people. ഈ ലോകത്തിലെ ഇരുട്ട് വർദ്ധിക്കും തോറും ദൈവം അവന്റെ ജനത്തിന്റെ മധ്യത്തിൽ വെളിച്ചം So we ഉദിക്കും see എന്ന് very ദൈവം clearly, thy വാഗ്ദത്തം light is ചെയ്തിരിക്കുന്നു. come. നിന്റെ വെളിച്ചം The വന്നിരിക്കുന്നു. glory of the Lord is risen upon thee, O church. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു, ഓ But the സഭയേ. Lord shall rise upon thee, ദൈവം നിന്റെ മേൽ rise upon thee, and His glory shall be seen upon thee. നിന്റെ മഹത്വം Hallelujah. എന്റെ മേൽ Now that is വെളിപ്പെടും. God's promise. അത് ദൈവത്തിന്റെ Turn again with വാഗ്ദത്തമാണ്. me to the book of Malachi, chapter 4, and verse മലാഖിയുടെ 1 to 3. മലാഖിയുടെ പ്രവചനം For behold, the day 4 cometh അധ്യായം 1 തൊട്ട് 3 വരെ. that shall burn as an oven, and all the proud, yea, and all that do wickedly shall be stubble. And the day that cometh shall burn them up, saith the Lord of hosts, that it shall leave them neither root nor branch, but unto you, hallelujah, but unto you the righteous, but unto you the just, unto you the remnant church, that fear my name, shall the Son of Righteousness arise with a healing in his wings, and ye shall go forth and grow up as calves of the stall. And he shall tread down the wicked, for they shall be ashes under the soles of your feet. In that day that I shall do this, saith the Lord of hosts. And everyone said, Amen. So here, brothers and sisters, പ്രിയമുള്ളവരെ കേൾക്കുക. as we saw from Joel, യോവേലിന്റെ as we പ്രവചനത്തിൽ saw from വായിച്ചതുപോലെ the book of Isaiah, യെശയ്യായുടെ പ്രവചനത്തിൽ and now വായിച്ചു. from the book of Malachi, ഇപ്പോൾ the മലാഖിയുടെ Lord പുസ്തകത്തിൽ says, വായിച്ചത് ദൈവം the പറയുന്നു, day is going to be like a day that burns like an oven. ചൂള പോലെ ആയിരിക്കും ആ ദിവസം. ചൂള പോലെ കത്തുന്ന ഒരു But to ദിവസം. those who fear God, പക്ഷേ യഹോവയെ ഭയപ്പെടുന്നവരുടെ those who ജീവിതത്തിൽ fear God, യഹോവയെ those who think ഭയപ്പെടുന്നവരുടെ of His ജീവിതത്തിൽ name, അവന്റെ നാമത്തെ and those സ്മരിക്കുന്നവർ who talk to one another, അവർ and തമ്മിൽ encourage തമ്മിൽ one another സംസാരിക്കുകയും അവർ to അന്യോന്യം move on in പ്രബോധിക്കുകയും these ചെയ്യുന്നു. difficult and hard times, ഈ പ്രയാസമുള്ള കാലഘട്ടത്തിൽ saying that God മുന്നേറാനായിട്ട് is faithful to അന്യോന്യം fulfill His സംസാരിക്കുന്നു. word. വിശ്വസ്തനാകുന്നു ദൈവം നമ്മെ He is സഹായിക്കാൻ going to bring us to വിശ്വസ്തനാകുന്നു. our final salvation നമ്മുടെ പൂർണ്ണ രക്ഷയിലേക്ക് അവൻ നമ്മെ കൊണ്ടുവരുമെന്ന് that is ready to അധികം be revealed in this end അന്യോന്യം times. പ്രോത്സാഹിപ്പിക്കുന്നവർ. Hallelujah. Those who fear His name and talk about this to one another. യഹോവയെ ഭയപ്പെട്ട് അവർ തമ്മിൽ God is സംസാരിക്കുന്നവരുടെ recording this, ജീവിതത്തിൽ brothers and sisters. ദൈവം അത് സ്മരിക്കുന്നു, That's ഓർക്കുന്നു. what we read in chapter 3 and verse 16. 3:16 Then they that fear the Lord യഹോവയെ spake ഭയപ്പെടുന്നവർ often one to another. അവർ And the Lord അന്യോന്യം hearkened and സംസാരിച്ചു. heard it. And the ദൈവം അത് book of ശ്രദ്ധിച്ചു remembrance കേട്ടു. was written before him for ഒരു them that സ്മരണ feared the പുസ്തകത്തിൽ Lord ദൈവം and that എഴുതി. thought upon His name. അവന്റെ Hallelujah. നാമത്തെ ഓർക്കുകയും And they shall be ഭയപ്പെട്ടവരുടെ mine, ജീവിതം. said the Lord of hosts, അവർ എന്റേതായിരിക്കും. in that day when I make up നാളിൽ my jewels, എന്റെ and I will spare them as a man spareth his own son that ഞാൻ- serveth him. Hallelujah. For want of time, we won't read it, brother. What I would like to say, brothers and sisters, as we read here, but unto you that fear my name എന്റെ നാമത്തെ shall the Son ഭയപ്പെടുന്ന of നിങ്ങളെ righteousness arise. നീതി സൂര്യൻ ഉദിക്കും. Hallelujah. This day is burning like an oven to those who are not walking this way. ഈ വഴിയിലും നീതിയിൽ നടക്കാത്തവർക്ക് ഈ നാള് ചൂള But പോലെ those who fear കത്തുന്നതും God, പക്ഷേ യഹോവയെ നാമത്തെ and ഭയപ്പെടുന്നവർക്ക് talk about and think about His testimony. അവന്റെ സാക്ഷ്യത്തെ കുറിച്ച് ചിന്തിക്കുകയും In the സംസാരിക്കുന്ന days ജീവിതത്തിൽ of Malachi, മലാഖിയുടെ majority of God's people did not honor God. യഹോവയുടെ ജനം ഭൂരിപക്ഷമായ ജനം
ദൈവത്തെ They മാനിച്ചില്ല. polluted the sacrifice. അവർ ദൈവത്തിന്റെ യാഗപീഠത്തെ മലിനമാക്കി. They never had an honor and respect for God. അവർ ദൈവത്തോട് ബഹുമാനിച്ചില്ല, ദൈവത്തെ I have no ബഹുമാനിച്ചില്ല. time. They questioned God. അവർ ദൈവത്തെ ചോദ്യം ചെയ്തു. Everything they did, they questioned God. അവർ ചെയ്തതിനെ എല്ലാത്തെ കുറിച്ച് ദൈവത്തോട് അവർ ചോദ്യം ചെയ്തു. And we see the Lord saying that if one would go and shut the door of my house, they do not bring any more such sacrifices to me. എന്റെ ആലയത്തിന്റെ വാതിൽ അടച്ചായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു They എന്ന് polluted the house of God. മലാക്കിയിൽ ദൈവം അരുളിച്ചെയ്തു. Multitude of sacrifices, യാഗങ്ങളുടെ but ബാഹുല്യം nothing that ഉണ്ടായിരുന്നു. is pleasing to God. പക്ഷേ യഹോവയെ പ്രസാദിക്കുന്നതായിട്ട് Anything is acceptable mentality. എന്ത് കൊണ്ടുവന്നാലും ദൈവത്തിന് അത് സ്വീകാര്യമായിരിക്കും എന്ന മനോഭാവം. എന്തുകൊണ്ടുവന്നാലും जो कुछ मैं लेके आया प्रभु प्रसन्न होगा. എന്ത് കൊണ്ടുവന്നാലും ദൈവം അതിൽ പ്രസാദിക്കും Whatever I എന്നുള്ള bring, the Lord മനോഭാവം. will be pleased with. ഞാൻ എന്ത് കൊണ്ടുവന്നാലും ദൈവം അതിൽ That's the mentality ruling today, the redeemed എന്ന people. മനോഭാവം അവർ. But in the midst of that, പക്ഷെ അങ്ങനെ there were ഒരു those who മനോഭാവം feared the Lord. നിറഞ്ഞിരിക്കുന്നതിന്റെ മധ്യത്തിൽ thought of his name, യഹോവയെ his ഭയപ്പെടുന്നവരും യഹോവയെ ശ്രദ്ധിക്കുകയും honored God. യഹോവയെ ധ്യാനിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതം who had respect for him. അവർക്ക് ദൈവത്തോട് And the ബഹുമാനം. Lord says, but unto you, unto that remnant അങ്ങനെയുള്ളവരുടെ that ജീവിതത്തിൽ fear my name, എന്റെ നാമത്തെ yes, in that ഭയപ്പെടുന്നവർ time, ആ when it നാളിൽ shall be burning like an oven, ചൂള പോലെ കത്തുന്ന നാളിൽ those who fear God, എന്റെ നാമത്തെ he is ഭയപ്പെടുന്നു. rising with healing in his wings. നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടെ what the Lord ഉദിക്കുന്നു. Those ഇതാകുന്നു who ദൈവം fear പറയുന്നത്. me, എന്നെ ഭയപ്പെടുന്നവരുടെ nothing to ജീവിതത്തിൽ fear. അവർക്ക് ഭയപ്പെടേണ്ട ഒന്നുമില്ല. What a comfortable word that is. എന്തൊരു As ആശ്വാസകരമായ we are facing വാക്കുകളാകുന്നു. many uncertainties in these times in which we are living. അനശ്വരമായ പലതും നമ്മൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ Remember, we are progressing in our salvation. നമ്മുടെ രക്ഷയിൽ നമ്മൾ പുരോഗമിക്കുന്നു. Those who fear God, യഹോവയെ we ഭയപ്പെടുന്നവർ have nothing to fear. മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട Hallelujah. ആവശ്യമില്ല. That's God's word. അതാകുന്നു ദൈവത്തിന്റെ But വചനം. unto you that fear my name, എന്റെ നാമത്തെ ഭയപ്പെടുന്നവർ you have nothing to fear. He will come with healings in his wings. അവൻ രോഗോപശാന്തിയോടെ And so we see here very clearly God's promises to his people. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉറപ്പുള്ളതാകും, Isaiah said, നിശ്ചയമാണ്. യെശയ്യാവ് പറഞ്ഞു, the prophet of God said to his people, arise, thy എഴുന്നേൽക്കാം, light is come. നിന്റെ So the path വെളിച്ചം of the just, the വന്നിരിക്കുന്നു. path of his people, it's a path where the light is increasing. നീതിമാന്റെ പാതയോ The word of the അതിന്റെ Lord is വെളിച്ചം coming. വർദ്ധിക്കും. He is bringing the light. അവൻ വെളിച്ചം And കൊണ്ടുവരുന്നു. we are responsible to walk that way. നാം ആ വെളിച്ചത്തിൽ Our നടക്കുന്ന ഉത്തരവാദിത്തം salvation നമുക്ക് is ഓരോരുത്തർക്കും. nearer than we first believed. നാം വിശ്വസിച്ച നാളിനേക്കാൾ നമ്മുടെ രക്ഷ അടുത്തായിരിക്കുന്നു. There's a salvation that has to come up, a salvation of the soul which we are to experience now. നമ്മുടെ പ്രാണനിലുള്ള രക്ഷ നമ്മൾ ഇപ്പോൾ അനുഭവിക്കേണ്ടതാകുന്നു. This is not time to think death and speak death and live death. മരണത്തെ ചിന്തിക്കാനും മരണത്തെ സംസാരിക്കുവാനും മരണത്തിൽ ജീവിപ്പാനുമുള്ള ഒരു കാലമല്ല ഇത്. Yes, but it's time to speak life. പക്ഷെ ജീവൻ It is time സംസാരിക്കേണ്ട to സമയം, think life. ജീവനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണ്. To think like the Spirit would think. ആത്മാവ് ചിന്തിക്കുന്നത് Oh, may പോലെ God help ആത്മാവിന്റെ us. മനസ്സ് The word of God is ഉള്ളവരായിരിക്കും. very clear. ദൈവവചനം വ്യക്തമായി The light പറയുന്നു, is increasing. നിന്റെ വെളിച്ചം God's word is coming. വർദ്ധിക്കുന്നു. ദൈവത്തിന്റെ വചനം And നിന്റെ മേൽ we വരും. should walk therefore in the light ആ വെളിച്ചത്തിൽ നടക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും. as he is in the light. അവൻ വെളിച്ചത്തിലായിരിക്കുന്നത് പോലെ So I would like നാമും to say വെളിച്ചത്തിൽ tonight one thing very clearly. ആയിരിക്കണം, നടക്കണം. സോ ഈ It രാത്രി is സമയം time to വ്യക്തമായി shake പറയാം, off every bitterness, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പകയും കയ്പും. Kaduahat. Aise bolo. That word many may not understand. Kaduahat. And resentment. വിദ്വേഷവും എല്ലാ കയ്പും വിദ്വേഷവും തട്ടി മാറ്റേണ്ട സമയം ഇതാ വന്നിരിക്കുന്നു. Resentment means
കയ്പും വിദ്വേഷവും കുടഞ്ഞു കളയേണ്ടിയ സമയം ഇതാ. Narajgi, correct. Narajgi. Yes. Yes, it is time to shake off bitterness from our hearts നമ്മുടെ ഹൃദയത്തിൽ നിന്ന് and എല്ലാവിധമായ resentment in our lives. കയ്പും നീരസവും Please കുടഞ്ഞു listen very കളയേണ്ട സമയം carefully ഇതാണ്. tonight to God's word. ദൈവവചനത്തെ ശ്രദ്ധിച്ച് കേൾക്കാം. You know what is bitterness. കയ്പ് എന്താണെന്ന് You know, നമുക്ക് it's അറിയാമല്ലോ. time to shake off these things which are in our soul realm and experience the power of His salvation. നമ്മുടെ പ്രാണനിലുള്ള ഈ കയ്പിനെ തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊട്ടി Yes. You കുടഞ്ഞു know, കളയാനുള്ള this സമയം bitterness ഇതാണ്. in our soul. നമ്മുടെ പ്രാണനിലുള്ള കയ്പ്, Yes. And resentment. വിദ്വേഷം, Narajgi. Yes. നീരസം, Bitterness and resentment can be dangerous and could stop our spiritual progression. और ये हमारे കയ്പും നീരസവും നമ്മുടെ ആത്മീയ You know what is മുന്നേറ്റത്തെ bitterness? തടസ്സപ്പെടുത്താനുള്ള Well, I'm sure സാധ്യതയുണ്ട്. God is going to give us some light tonight. ഈ രാത്രി സമയം Israel ഈ was കാര്യത്തെ bitter in കുറിച്ച് their hearts towards the ദൈവം വെളിച്ചം Lord. നൽകട്ടെ. Israel മക്കൾ was bitter in their hearts towards the ദൈവത്തോട് Lord. നീരസപ്പെട്ടപ്പോൾ, ഇല്ലെങ്കിൽ അവിടെ ഉള്ളിൽ കയ്പ് നിറഞ്ഞപ്പോൾ, Yeah. Yes. Because they expected God to do things. കാരണം അവരുടെ ഉള്ളിൽ കയ്പ് നിറയാനുള്ള You know, they കാരണം expected ദൈവം ചിലത് God to do ചെയ്യുമെന്ന് many പ്രതീക്ഷിച്ചു. ദൈവം അവരുടെ ജീവിതത്തിൽ വലിയ കാര്യം ചെയ്യാൻ അവർ പ്രതീക്ഷിച്ചു. And the things they desired was the way they desired. അവർ പ്രതീക്ഷിച്ച കാര്യങ്ങൾ അവർ ചിന്തിച്ച രീതികളിലായിരുന്നു. And God did not do the way they പക്ഷെ അവർ desired. പ്രതീക്ഷിച്ചതും അവർ ചിന്തിച്ച രീതിയിലും ദൈവം പ്രവർത്തിച്ചു. God did things for them in the ദൈവം അവരുടെ wilderness. ജീവിതത്തിൽ പലതും ചെയ്തു. എങ്കിൽ തന്നെ But they knew that God could do better than what He did. അവൻ ചെയ്തതിനേക്കാൾ അപ്പുറമായി ചെയ്യുവാൻ ദൈവത്തിന് കഴിയും എന്ന് അവരറിഞ്ഞു. Yes, God could do better than what He did. അവർക്ക് ചെയ്തതിനേക്കാൾ മെച്ചമായി did not ദൈവത്തിന് do ചെയ്യാൻ it. കഴിയും എന്ന് അവർ നിരൂപിച്ചു. That produced bitterness. അത് അവരുടെ ഉള്ളിൽ നീരസത്തെ expectations കയ്പുളവാക്കി. And desires പ്രതീക്ഷകളും within ആഗ്രഹങ്ങളും one's own heart. നമ്മുടെ ഹൃദയത്തിലുള്ള And when പ്രതീക്ഷകളും those things are not ആഗ്രഹങ്ങളുമാണ്. met, അത് നിറവേറാത്തപ്പോൾ, when those things are not regarded, അതിനെ when those things are കണക്കിടാത്തപ്പോൾ, not considered, അതിനെ കൺസിഡർ then ചെയ്യാത്തപ്പോൾ, man gets into that realm of bitterness. അപ്പോഴാണ് മനുഷ്യൻ ഉള്ളിൽ Yes. കയ്പ് നിറയപ്പെടുന്നത്. God could do better. ദൈവത്തിന് But he മെച്ചമായി didn't do. ചെയ്യാമായിരുന്നു. Yes. Thus they were bitter in their hearts toward അതുകൊണ്ട് God. അവർ ഉള്ളിൽ Remember, കയ്പ് നിറഞ്ഞവരായി തീർന്നു. resentment is a close cousin of bitterness. വിദ്വേഷം കയ്പിന്റെ ഒരു മൂത്ത Yes. സഹോദരനാണ്. When you feel you are not treated fairly or the way you desired, और ऐसा यदि आप ऐसा सोच ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എന്നോട് പെരുമാറിയില്ല, and so you get upset, അതുകൊണ്ട് എന്റെ ഉള്ളിൽ ഞാൻ then വിമർശനായി തീർന്നു. bitterness is birthed within us. എന്റെ ഉള്ളിൽ വിഷമം വന്നു, You know, എന്നിട്ട് resentment ഞാൻ means കയ്പ് നിറഞ്ഞു. വിദ്വേഷം എന്ന് പറയുമ്പോൾ you know, rage of bitterness. That's what it means. കയ്പിന്റെ ക്രോധം, അതാണ് വിദ്വേഷം. Yes. So we see that it's very close to one another. So വിദ്വേഷവും If there is കയ്പും bitterness, it would bring us ബന്ധപ്പെട്ടതാണ്. into resentment within our hearts. എന്റെ ജീവിതത്തിൽ കയ്പുള്ളപ്പോൾ And I want to say അത് tonight to all of us that വിദ്വേഷത്തിലേക്ക് അത് it is നയിക്കുന്നു. time for us to shake off every bitterness and resentment in us, whether it is towards God or towards one another or others in our hearts. നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ വിദ്വേഷത്തെയും നീക്കുവാനുള്ള സമയം ഇതാ വന്നിരിക്കുന്നു. ദൈവത്തോടാകട്ടെ മനുഷ്യരോടാകട്ടെ വിധമായ വിദ്വേഷത്തെ So tonight I നീക്കുമാറാകട്ടെ. want to share with all of us, എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും Including ഈ രാത്രി myself, പറയാനുള്ളത്, എന്നോടും this can പറയാനുള്ളത്, really endanger
our spiritual progression. എന്റെ ആത്മീയ മുന്നേറ്റത്തെ ഈ കാര്യങ്ങൾ ഒരു തടയായി നിൽക്കാനുള്ള Yes, saints, so listen carefully tonight to the Holy Spirit. ശ്രദ്ധിച്ച് കേൾക്കുക എന്റെ പ്രിയമുള്ളവരെ. You know, be watchful therefore in our lives. അതുകൊണ്ട് You സൂക്ഷ്മതയുള്ളവരായിരിക്കും. can have it towards God, ദൈവത്തോട് എനിക്ക് ഒരു നീരസം and you can തോന്നണം. also have it towards others. എനിക്ക് മറ്റുള്ളവരോടും അങ്ങനെയുള്ള Saints, it is നീരസം time തോന്നണം. for us to get out of that in our lives. അതിൽ നിന്ന് പുറത്തു വരാനുള്ള സമയം ഇതാ It വന്നിരിക്കുന്നു. is time to be delivered out of it. അതിൽ നിന്ന് വിടുവിക്കപ്പെടാനുള്ള സമയം ഇതാ If വന്നിരിക്കുന്നു. you love your Lord and His salvation നിന്റെ ദൈവത്തെയും അവന്റെ രക്ഷയെയും നിങ്ങൾ and സ്നേഹിക്കുന്നുവെങ്കിൽ want to move on to this great salvation, ഈ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് to മുന്നേറാൻ your ആഗ്രഹിക്കുന്നുവെങ്കിൽ destiny in Christ Jesus. ക്രിസ്തുയേശുവിലുള്ള നിന്റെ ലക്ഷ്യത്തിലേക്ക് നീ പോകാൻ You know, ആഗ്രഹിക്കുന്നു. many a time we see that people can manage to worship God with bitterness in their hearts. ഇന്ന് പലരും അവരുടെ ഹൃദയത്തിൽ വിദ്വേഷം വെച്ച് ദൈവത്തെ ആരാധിക്കാൻ ശ്രമിക്കുന്നു. No. They कड़वा के साथ आराधना करता है. വിദ്വേഷം They ഹൃദയത്തിൽ worship the വെച്ച് Lord ദൈവത്തെ with ആരാധിക്കാൻ bitterness in ശ്രമിക്കുന്നു. their hearts. വിദ്വേഷത്താൽ ദൈവത്തെ ആരാധിക്കാൻ അവർ ശ്രമിക്കുന്നു. It's there within their hearts against God അവർ ദൈവത്തോട് വിദ്വേഷമുണ്ട്, and against men, മനുഷ്യരോട് അവർ and വിദ്വേഷം. yet they Hyper. worship God. എങ്കിലും അവർ ദൈവത്തെ But I ആരാധിക്കാൻ want to say, ശ്രമിക്കുന്നു. brothers and sisters, the time is come. We cannot manage these things anymore. It's time to shake it off our lives. Shake off every darkness. Shake off the dust. Arise, your light is come. പക്ഷെ ഇപ്രകാരമുള്ള എല്ലാവിധമായ ഹൈപ്പും വിദ്വേഷം കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ ശ്രമിക്കാനുള്ള കാലം അവസാനിക്കുന്നു. അതിനെയെല്ലാം കൊടഞ്ഞു കളയാനുള്ള സമയമാണ് ഇത്. Many think പലരും ചിന്തിക്കുന്നത് that they can somehow make it. But I എങ്ങനെയോ want ഇത് to tell you സംഭവിക്കാൻ tonight, the Holy കഴിയുമെന്ന് Spirit അവർ is making ചിന്തിക്കുന്നു. it very clear to all of us that പക്ഷെ it is time to shake off ദൈവാത്മാവിന്ന് every നമ്മളോട് bitterness, ഓരോരുത്തരോടും resentment വ്യക്തമായി from പറയുന്നു. our hearts, from our minds. നിന്റെ Allow the Holy ഹൃദയത്തിൽ നിന്നും Spirit നിന്റെ മനസ്സിൽ to നിന്നും cleanse us and wash us, change our realm of thinking. There is ഇപ്രകാരമുള്ള no വിദ്വേഷത്തിൽ place നിന്ന് in our thought നമ്മൾ realm for കഴുകപ്പെടുമാറാകട്ടെ. resentment and bitterness. എന്റെ ഉള്ളിൽ Hallelujah. കയ്പിനും നീരസത്തിനും ഇടമില്ലാതെ അതിനെല്ലാം തട്ടിക്കളയുവാനായി കൊടഞ്ഞു കളയാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അതിനുള്ള സമയം ഇതാ വന്നിരിക്കുന്നു. Yes. It is time for us to get out of every fear and unbelief. നമ്മുടെ ജീവിതത്തിലുള്ള ഭയവും അവിശ്വാസത്തിൽ നിന്ന് പുറത്തു It is വരാനുള്ള time to സമയം. get out of bitterness and every kind of resentment in our lives. കയ്പും വിദ്വേഷത്തിൽ നിന്ന് പുറത്തു വരാനുള്ള സമയം ഇതാ വന്നിരിക്കുന്നു. Yes. Now let me just take you to a couple of scriptures. ചില വേദഭാഗങ്ങൾ Yes. വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Please turn with me to the book of Acts, അപ്പോസ്തല പ്രവൃത്തികൾ chapter 8. 8-ാം അധ്യായം. Acts chapter 8. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം. And verse 23. Yes. For I perceive that you are in the gall of bitterness and in bond of iniquity. നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു. Yes. Now we know the background. I have no time to explain all that. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. സിമിയോനായ Simon, മന്ത്രവാദിയെ കുറിച്ച്. also took baptism. സിമിയോൻ എന്ന മന്ത്രവാദി സ്നാനപ്പെട്ടു. He also took baptism. അവനും സ്നാനപ്പെട്ടു. Samaria. And we know that the story here, when the Holy Spirit was poured out on the saints, വിശുദ്ധന്മാരുടെ മേൽ You know, we കൈവച്ചപ്പോൾ see in verse അവർക്ക് 18. അഭിഷേകം പ്രാപിച്ചപ്പോൾ 18-ാം വാക്യം. when Simon saw that through laying on of the apostles' hands, the Holy Ghost was given, he offered them money. ശിമിയോൻ
ഇത് കണ്ടപ്പോൾ അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ അവർക്ക് അഭിഷേകം പ്രാപിച്ചു എന്ന് കണ്ടപ്പോൾ അത് Yes, and no, for want of time, ദ്രവ്യം I കൊണ്ട് won't അത് read all those അത് verses. വായിപ്പാൻ But this is what, Peter said unto him. പക്ഷെ പത്രോസ് അവനെ നോക്കി പറഞ്ഞു, Towards the end he says, for I perceive that thou art in the gall of bitterness. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു. And in bond of iniquity. അനീതിയുടെ ബന്ധനത്തിൽ He was also one who wanted to receive. അവനും പ്രാപിപ്പാൻ But he could not receive it. പരിശുദ്ധാത്മാവിനും പ്രാപിപ്പാൻ He ആഗ്രഹിച്ചു, was പക്ഷെ ലഭിച്ചില്ല. angry with God, bitter. അതുകൊണ്ട് അവൻ കോപിച്ചു, ദൈവത്തോട് കയ്പുള്ളവനായി തീർന്നു. Yes. പ്രാപിക്കാത്തതിനെ കുറിച്ചുള്ള കയ്പ്. We read in verse 13, then Simon 13 himself believed also when he was baptized. So we see that he was among the company, but when the apostles came and laid hands and these saints were baptized, he was left out. വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു സിമിയോനായ മന്ത്രവാദി. പക്ഷെ അപ്പോസ്തലന്മാർ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇവനെ ഒഴിഞ്ഞു മാറ്റി. ഇവൻ അത് പ്രാപിച്ചില്ല. Yes. അതുകൊണ്ട് അവന്റെ ഉള്ളിൽ ഒരു കയ്പ് നിറഞ്ഞു. So we see here very clearly, ഇവിടെ he വ്യക്തമായി was കാണുന്ന filled കാര്യം, with bitterness കയ്പ് നിറഞ്ഞ ഒരു ഹൃദയം, and in the bond of iniquity. Well, I would like to turn അനീതിയുടെ us to ബന്ധനത്തിലായിരുന്നു. another translation, J.B. Phillips translation. Yes. This is what this translation says, for I can see inside you. I see a man bitter with jealousy and bound with his own sin. സ്വന്തം പാപത്താൽ ബന്ധിക്കപ്പെട്ട ഒരുവൻ. Bitterness, as it says, can bind us in iniquity and sin. കയ്പുള്ള ഹൃദയം All right. Now, അനീതിയിൽ quickly let's go to another reference, the book of Ephesians. നമ്മെ ബന്ധിക്കും. The book of എഫേസ്യർക്കെഴുതിയ Ephesians, ലേഖനം, chapter 4. എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം. Yes. Ephesians chapter 4. Verses 31. Let all bitterness and anger and clamor and evil speaking be put away from you with all malice. And be ye kind one to another, tender-hearted, forgiving one another, even as God for Christ's sake hath forgiven you. Yes. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. Yes. Now I would like to read from another translation. The Amplified Classic Translation says, "Let all bitterness and indignation and wrath, passion, rage, bad temper, and resentment, anger and animosity in brackets, and quarreling, brawling, clamor, contention, and slander, evil speaking, abusive, and blasphemous language be banished from you, with all malice, spite, ill will, or baseness of any kind." So Paul says to the believers here, let all bitterness, എല്ലാവിധമായ resentment. Yes. കയ്പുള്ളതും വിദ്വേഷവും. I would like to read from J.B. Phillips translation. Let there be no more resentment. Narajgi. Bitterness brings us to narajgi. കയ്പ് ക്രോധത്തിലേക്ക് നമ്മെ നയിക്കുന്നു. And this is not something strange to us. ഇത് ഒരു അപൂർവമായ ഒരു കാര്യമല്ല, But അസാധാരണമായ ഒരു wants to say കാര്യമല്ല. to us, ഈ രാത്രി ദൈവം നമ്മളോട് ഒരു കാര്യം പറയും. ഇത് it's തട്ടി time to കളയുവാനുള്ള dust സമയം. this out, or remove the dust, arise from the dust.
Arise, for your light is come. ഇതാ It is time to എഴുന്നേറ്റ് shake off പ്രകാശിക്കുക. ഇത് Terrible thing called resentment കുടഞ്ഞു and കളയാനുള്ള bitterness in our സമയം hearts വന്നിരിക്കുന്നു. toward God and toward others. ദൈവത്തോടാകട്ടെ മനുഷ്യരോടാകട്ടെ നമ്മുടെ ഉള്ളിലുള്ള കയ്പും നീരസവും വിദ്വേഷവും Yes. കുടഞ്ഞു കളയാനുള്ള സമയം. You know how often, we come with expectations. പലപ്പോഴും നമ്മൾ I've പല seen that in my own പ്രതീക്ഷയോട് life. കടന്നു വരും. When I have expectation, എനിക്ക് പ്രതീക്ഷകളുള്ളപ്പോൾ and when that expectation is not met, ആ പ്രതീക്ഷകൾ നിറവേറാത്തപ്പോൾ yes, not treated or given importance, यदि सम्मान और मान नहीं നമുക്ക് then I ലഭിക്കേണ്ട come മാനവും into a ആദരവും realm of bitterness. പ്രാധാന്യവും ലഭിക്കാത്തപ്പോൾ I get upset. ഞാൻ That's where കോപിഷ്ഠനാകും. bitterness is birthed. And we അപ്പോഴാണ് allow ആ bitterness അസ്വസ്ഥത to നിമിത്തം remain എൻ്റെ ഉള്ളിൽ there. കയ്പ് വരുന്നത്. It brings us to resentment. അതെന്റെ It ജീവിതത്തിൽ is a little higher grade. വിദ്വേഷത്തെ കൊണ്ടുവരും. Elder brother. ഒരു Oh, let's ജ്യേഷ്ഠ be സഹോദരൻ very watchful in our lives, brothers and sisters. കയ്പിന്റെ കയ്പുള്ള ഹൃദയത്തിൽ Let all ജ്യേഷ്ഠ bitterness, സഹോദരനാണ് വിദ്വേഷം. as it എല്ലാവിധമായ says in കയ്പ്. the J.B. Phillips translation, let there be no more resentment, no more. आगे किसी प्रकार की कोई कड़वाहट ना रहे Oh, may God help us to ഒഴിഞ്ഞ്. take that word seriously. Turn again to the book of ഒഴിഞ്ഞു പോകും. Colossians. കൊലോസ്യർക്കെതിരെ ലേഖനം. Colossians chapter 3. കൊലോസ്യർക്കെതിരെ ലേഖനം 3. Hallelujah. The path of the just is shining. It is shining. और धर्मियों का मार्ग जो है वो प्रकाश में Yes, it is shining. It is നീതിമാന്റെ causing പാത us to arise. ശോഭയുള്ളതായി തീരും. Shake off the dust, shake off bitterness, shake off these things from our lives. और हमें उठाना है कि हम अपनी जिंदगी के अंदर से ये सारी कड़वाहट Colossians chapter 3, verse 19. കൊലോസ്യർക്കെതിരെ ലേഖനം 3-ാം അധ്യായം. Husbands, love your wives and be not bitter. ഭർത്താക്കന്മാരെ Against them. നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കയ്പായിരിക്കുകയും അരുത്. Verse 19. 19-ാം വാക്യം. ഭർത്താക്കന്മാരെ Bitter. നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കയ്പായിരിക്കുകയും അരുത്. Yes, that's what it says here in King James. I would like to read from another translation, J.B. Phillips translation again. Husbands, be sure you give your wives much love and sympathy, and don't let bitterness or resentment spoil your marriage. Yeah. നിങ്ങളുടെ കുടുംബജീവിതത്തെ കയ്പ് നിമിത്തം നഷ്ടപ്പെടുത്തരുത്, അതിനെ മലിനപ്പെടുത്തരുത്. Yes. Now the Lord says to all the members in the body of Christ, as we saw Ephesians chapter 4, but Paul specifically says to the husbands here, love your wives and be not bitter against them. पौलुस यहाँ पे कलीसिया के उन वैवाहिक उन पतियों से कह रहे हैं कि अपनी पत्नी के प्रति किसी प्रकार की कोई कड़वाहट ना रहे Yes, Colossians chapter 3 കൊലോസ്യർക്കെതിരെ ലേഖനം and verse 19. I would like to read from the Amplified. 19-ാം വാക്യം. Yes. Husbands, love your wives, be affectionate and sympathetic with them, and do not be brash or bitter or resentful toward them. Yes. So we see here very clearly the mind of God, यहाँ पे परमेश्वर की हम सोच देखें that there can be no place for bitterness in our heart towards God. ദൈവത്തോട് ഒരു നീരസം And I know നമ്മൾ നിലനിർത്താൻ പാടില്ല, how പുലർത്താൻ often we can പാടില്ല. be bitter towards God to begin with. പലപ്പോഴും നമ്മൾ ദൈവത്തോട് We ഈ ഒരു know that in കയ്പ് certain നിറഞ്ഞ ഒരു things that we ഹൃദയത്തോട് go through, we അവനോട് suffer, ബന്ധപ്പെടുവാൻ ഇല്ലെങ്കിൽ അവനോടുള്ള whichever ബന്ധത്തിൽ area it may be, ആയിരിക്കാൻ financial realm സാധ്യതയുണ്ട്. or ചിലപ്പം other realms in our lives. We സാമ്പത്തികമായ pray, we പ്രയാസങ്ങളുടെ seek മധ്യത്തിൽ God, and we think a way that God will answer us. He doesn't answer us. And I've seen many believers in the realm of bitterness,
and coming into resentment. പല വിശ്വാസികളും ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ സാമ്പത്തികമായ നിലപാടിൽ, ഇല്ലെങ്കിൽ അവരുടെ ഭൗതികമായ കാര്യങ്ങളിൽ, ഇല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ ദൈവം അവരോട് അനുഗ്രഹിക്കാത്തപ്പോൾ, അവർ പ്രതീക്ഷിച്ചതുപോലെ ദൈവം നൽകാത്തപ്പോൾ, ഇല്ലെങ്കിൽ ചില സാഹചര്യത്തിൽ അവർ ആഗ്രഹിച്ചതുപോലെ ദൈവം ചെയ്യാത്തപ്പോൾ അവരുടെ ഉള്ളിൽ ദൈവത്തോട് അവർ കോപിഷ്ഠരാകുന്നു, അവർ നീരസവും കയ്പും അവരുടെ ഹൃദയത്തിൽ. ദൈവം എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നുവെങ്കിലും പക്ഷെ എന്തുകൊണ്ട് അവൻ ചെയ്യുന്നില്ല? So we have to be very watchful. That mind is not going to give life to us. That mind is going to produce death in us. നമ്മുടെ ജീവിതത്തിൽ ജീവൻ നൽകാൻ പോകുന്നില്ല, അത് മരണമാകുന്നു കൊണ്ടുവരാൻ പോകുന്നു. Yes, it will produce death in us. അത് മരണമേ കൊണ്ടുവരും. That mind has to be saved in these days. അങ്ങനെയുള്ള ഒരു മനസ്സിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടണം. That mind that takes resentments and bitterness, that mind is to be saved in these days from these things. കയ്പും വിദ്വേഷവും കോപവും ദേഷ്യവുമുള്ള മനസ്സ് നമ്മളിൽ നിന്ന് നീക്കപ്പെടണം. We see that multitudes of believers come to God, worship God, gather they are in the meetings, they receive God's word, they do many things, but in their hearts there are resentments against God. അവർ കൂട്ടായ്മയിലേക്ക് വരുന്നു, അവർ പാട്ടുപാടുന്നു, അവർ ദൈവവചനം കേൾക്കുന്നു, അവർ കൂട്ടായ്മ ആചരിക്കുന്നു, പക്ഷെ അവരുടെ ഹൃദയത്തിൽ അവർ ദൈവത്തോട് നീരസം നിറഞ്ഞിരിക്കുന്നു, bitterness towards God, ദൈവത്തോട്. And we do not realize that these are blocking our progress. We are not really progressing in our salvation. Our soul realm is not being saved. ഈ കാര്യങ്ങൾ എന്റെ ജീവിതത്തെ ബാധിക്കുന്നു, എന്റെ ആത്മീയ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നു, എന്നെ അത് എന്നെ മുന്നേറ്റത്തിൽ അത് തടസ്സമായി നിൽക്കുന്നു. മറ്റൊരു വേദഭാഗത്തിലേക്ക് നോക്കി, The book of Hebrews, എബ്രായർക്കെഴുതിയ ലേഖനം chapter 12 12-ാം അധ്യായം and verse 15. 15-ാം വാക്യം. Yes. Yes. Hebrews chapter 12, verse 15. Looking diligently lest any man fail of the grace of God, lest any root of bitterness springing up trouble you, and thereby may be defiled. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. Yes. I would like to read from J.B. Phillips' translation. Be careful that none of you fails to respond to the grace which God gives. For if he does, there can very easily spring up in him a bitter spirit, which is not only bad in itself, but can also poison the lives of many others. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. This translation makes it very clear. Be careful that none of you fails to respond to the grace which God gives, for if he does, there can very easily spring up in him a bitter spirit, which is not only bad in itself, but can also poison the lives of many others. അവനെ മാത്രമല്ല മറ്റുള്ളവരെയും മ്ലേച്ഛമാക്കാൻ കഴിയുന്ന വിദ്വേഷത്തിന്റെ വേര് നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോൾ അത് വലിച്ചെറിയേണ്ട ആവശ്യമുണ്ട്. ദൈവത്തിന്റെ കൃപ ലഭിച്ചവർ ആരും ഈ കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തെ കൃപ ലഭിച്ചവർ ഏവരും ഈ കാര്യത്തെക്കുറിച്ച് യഹോവ സ്നേഹിക്കുന്നവരെ അവൻ ശാസിക്കുന്നു എന്നാകുന്നു ഇതിന്റെ മുൻപിൽ പറയുന്നത്.
if you want to be a really son, there's a chastening of God. ദൈവത്തിന്റെ God does things in പുത്രന്മാരായി your life. ജീവിക്കുന്നുവെങ്കിൽ ദൈവം നിന്നെ ശാസിക്കും, നിന്നെ ശിക്ഷിക്കും. करना चाहते हैं तो परमेश्वर आपकी ताड़ना अवश्य करेगा। You know, and we are not to be offended with God in those things. ദൈവം ശിക്ഷിക്കുമ്പോഴും ശാസിക്കുമ്പോഴും നമ്മൾ ഇടരാൻ പാടില്ല, ഇടരരുത്. God will give us the grace necessary. ദൈവം നമുക്ക് ആവശ്യമുള്ള കൃപ But നൽകും. if you do not accept and walk in that grace, ആ കൃപയിൽ നിങ്ങൾ നടക്കുന്നില്ലെങ്കിൽ, there വിട്ട് could be a root of പിന്മാറുന്നുവെങ്കിൽ, bitterness spring in us. അപ്പോൾ എന്റെ ഉള്ളിൽ കയ്പുള്ള വേര് മുളച്ച്. I'd like to read from another translation. Please bear with me. I'm taking a few minutes more. മറ്റുള്ളവരെ Hebrews മലിനമാക്കും. chapter 12 and yes, it says, in order that no root of resentment, bitterness, or hatred shoots forth and causes trouble and bitter torment, and many become contaminated and defiled by it. So we see that that kind of bitterness not only affects you, but also others. ഇങ്ങനെയുള്ള കയ്പുള്ള വേര് എന്നെ മാത്രമല്ല മറ്റുള്ളവരെയും അത് ബാധിക്കുന്നു, അത് Yes, മ്ലേച്ഛമാക്കും. and then immediately after that, the apostle goes to take the example of Esau. ഈ കാര്യം പറഞ്ഞ ശേഷം ഏശാവിന്റെ ഉദാഹരണത്തേക്ക് Take the example of Esau. और उदाहरण हिसाब का देखें। You know, and brings in Esau's example. ഏശാവിന്റെ ഉദാഹരണത്തേക്ക് Well, I'm not getting into all the details, but one thing I would like to say, bitterness can be dangerous in our spiritual life and എന്റെ hold ആത്മീയ us back ജീവിതത്തിൽ from our progression in the Lord. പല കാര്യങ്ങളും എനിക്ക് പറയാൻ കഴിയും, പക്ഷെ ഒരു കാര്യം പറയട്ടെ. കയ്പുള്ള അവസ്ഥ എന്റെ ആത്മീയ മുന്നേറ്റത്തെ, പുരോഗമനത്തെ Yes, and അത് now finally ബാധിക്കും. one more scripture, James chapter 3 യാക്കോബിന്റെ ലേഖനം and verse 14. But if we have bitter envying and strife in our hearts, glory not and lie not against the truth. 3:14. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യവും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് Yes. പറയുകയും അരുത്. You know, so it's very clear that resentment or bitterness could be in our lives against God and against one another. It can defile even others. നമ്മുടെ ഉള്ളിൽ കയ്പുള്ള വേര് മുട്ടി മുളയ്ക്കുമ്പോൾ അത് ദൈവത്തോടാകട്ടെ So I would like to say മനുഷ്യരോടാകട്ടെ one ആ thing here കയ്പ് again എന്റെ to all of ജീവിതത്തിൽ us. വളരുമ്പോൾ അതെന്നെ You know, മലിനപ്പെടുത്തുന്നു, these മറ്റുള്ളവരെ things are മലിനപ്പെടുത്തുന്നു. not of God. ഇത് ദൈവത്തിൽ This നിന്നുള്ളതല്ല. is of the carnal mind, this is of the natural mind. ഇത് ജഡീക മനസ്സിന്റെയും ജഡീക ചിന്തയിൽ നിന്നും ഉളവാകുന്നതാകുന്നു. Yes, it can therefore further produce fear and unbelief in us. ഈ കാര്യങ്ങൾ എന്റെ ഉള്ളിൽ ഭയവും This is ഭീതിയും not of അവിശ്വാസത്തെയും God. ഉളവാക്കുന്നു. ഇത് ദൈവത്തിൽ It has നിന്നുള്ളതല്ല. hurt you and me so long in our spiritual life. എന്റെ ആത്മീയ ജീവിതത്തെ ഇത് It ബാധിച്ചിട്ടുണ്ട് has പ്രിയമുള്ളവരെ. hurt us. It has hindered us in our relationship with God and with others. ദൈവത്തോടുള്ള ബന്ധത്തിലും മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും ഇത് നമ്മെ ബാധിച്ചിട്ടുണ്ട്, It has അത് blocked and തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. hindered our progression and our growth in the Lord. ക്രിസ്തുയേശുവിലുള്ള വളർച്ചയെ ഇത് ബാധിച്ചിട്ടുണ്ട്. And not only that, it will finally overthrow us in the wilderness. അത് മാത്രമല്ല നമ്മെ മരുഭൂമിയിൽ This is what happened with Israel of old. ഇതാകുന്നു ഇസ്രായേൽ മക്കൾക്ക് And that's why when we read the മരുഭൂമിയിൽ. book of Hebrews, അതാകുന്നു എബ്രായർ we read again and വായിക്കുമ്പോൾ again, വീണ്ടും in ആവർത്തിച്ച് their വായിക്കുന്ന hearts, കാര്യം, they hardened their hearts. അവരുടെ ഹൃദയങ്ങളിൽ അവർ Why they ഹൃദയത്തെ hardened? കഠിനപ്പെടുത്തി. They എന്തുകൊണ്ട് hardened അവർ because they ഹൃദയം had കഠിനപ്പെടുത്തി? bitterness. Bitterness
was the root കയ്പ് of ഉള്ള the വേര്. hardness of their hearts. കയ്പുള്ള വേരായിരുന്നു They knew God could do ഹൃദയകാഠിന്യത്തിന്റെ better for കാരണം. them. ദൈവം ഇതിനേക്കാൾ മെച്ചമുള്ളത് God ചെയ്യാൻ could do കഴിയുമെന്ന് അവർ better. ചിന്തിച്ചു. ദൈവത്തിന് But മെച്ചമുള്ളത് why he ചെയ്യാൻ didn't കഴിയും. do for us? പക്ഷെ എന്തുകൊണ്ട് അവൻ ചെയ്തില്ല? My brothers and sisters, പ്രിയമുള്ള May God deliver സഹോദരന്മാരെ us. സഹോദരിമാരെ, നമ്മെ may ദൈവം God സഹായിക്കട്ടെ. save us from bitterness and resentment. ദൈവം നമ്മെ ഓരോരുത്തരെയും May God ഇങ്ങനെയുള്ള save ഈർഷ്യയിൽ our നിന്നും minds, our thought ഇങ്ങനെയുള്ള realm. കയ്പിൽ നിന്നും ദൈവം നമ്മെ രക്ഷിക്കട്ടെ. Amen? Amen? Are these things strange to us, or you are ഇത് familiar with them? അപൂർവമായ കാര്യങ്ങളാണോ? I am very familiar with it. ഓ, ഇത് ഞാൻ But I thank കണ്ടിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ His കണ്ടിട്ടുണ്ട്. salvation is coming. പക്ഷെ ദൈവം എന്നെ His deliverance രക്ഷിക്കുന്നു, is coming. അവന്റെ വിടുതൽ ഇതാ Oh, I thank വന്നിരിക്കുന്നു. God for that. അതിനായി ഞാൻ So ദൈവത്തെ may God സ്തുതിക്കുന്നു. help us to rise from the dust and walk in the light that God is giving us. പൊടി തട്ടി എഴുന്നേറ്റ് ദൈവം തരുന്ന വെളിച്ചത്തിൽ നമുക്ക് നടപ്പാൻ ദൈവം നമ്മെ സഹായിക്കും. And we know, when we look at the life of Israel, ഇസ്രായേൽ മക്കളുടെ the ജീവിതം നമ്മൾ word did not പരിശോധിക്കുന്നു. profit them അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. because, they did not come out of the resentment and bitterness they had towards God. ദൈവത്തോടുള്ള നീരസത്തിൽ നിന്ന് അവർ പുറത്തു വന്നില്ല, കയ്പിൽ നിന്ന് അവർ പുറത്തു വരാത്തത് കൊണ്ട് അവർ കേട്ട വചനം There was no faith. അവരുടെ ഉള്ളിൽ Remember, അവിശ്വാസം. saints, where there is bitterness, there will be less faith. എവിടെ കയ്പുണ്ടോ അവിടെ അവിശ്വാസം വർദ്ധിക്കും. Because we are questioning God. നമ്മൾ ദൈവത്തെ When we ചോദ്യം have ചെയ്യും. bitterness towards God, we are questioning the very nature of God. നമ്മുടെ ഉള്ളിൽ കയ്പുള്ളപ്പോൾ നമ്മൾ ദൈവത്തിന്റെ സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്നു. Therefore, it's difficult to have that faith to trust God as David- He is. അവനിലുള്ള ഈ He that വിശ്വാസം cometh to അവൻ God must believe that He is as He is. He is God അവന്റെ as He പക്കൽ is. വരുന്നവൻ അവൻ ദൈവമെന്നും അവനെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുമെന്ന് Many a വിശ്വസിക്കുന്നു. time when we come to God, we have resentments and bitterness in our hearts. പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ കയ്പും നീരസവും therefore we have നിറഞ്ഞവരായി വരുന്നു. Faith. അതുകൊണ്ട് നമ്മുടെ We ജീവിതത്തിൽ talk about faith, but there is no വിശ്വാസമില്ല. real faith. വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുവെങ്കിലും നമ്മുടെ ഉള്ളിൽ There is fear വിശ്വാസമില്ല, in us. ഭയമാ. And there could be even unbelief in us. നമ്മുടെ ഉള്ളിൽ അവിശ്വാസവും വരാനുള്ള സാധ്യതയുണ്ട്. Unbelief questions the nature of God. And അവിശ്വാസം ദൈവത്തിന്റെ സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്നു. character. Doubt is possible. നമ്മുടെ ഉള്ളിൽ സംശയം വരാമായിരിക്കും. Mary had doubt. മറിയയ്ക്ക് സംശയമുണ്ട്. How can this happen? Mary said എനിക്ക് this. ഇത് എങ്ങനെ സംഭവിക്കും എന്ന് ദൂതനോട് ചോദിച്ചു. How can this happen? ഇതെങ്ങനെ സംഭവിക്കും? She had a doubt. അങ്ങനെയുള്ളൊരു സംശയം അവളുടെ She didn't ഉള്ളിലുണ്ടായിരുന്നു. have unbelief. പക്ഷെ അവളുടെ ഉള്ളിൽ Unbelief അവിശ്വാസമില്ല. questions the character of God. അവിശ്വാസം എന്നതോ ദൈവത്തിന്റെ സ്വഭാവത്തെ ചോദ്യം No wonder ചെയ്യുന്നതാകുന്നു. they died in the wilderness because of unbelief. അവിശ്വാസ നിമിത്തം അവർ മരുഭൂമിയിൽ നശിച്ചുപോയി. Bitterness can slowly produce unbelief in us. കയ്പ് So അവിശ്വാസത്തെ my brothers and ഉളവാക്കും. sisters, let us take heed to God's word. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ Let ദൈവവചനത്തെ us gird ശ്രദ്ധിച്ച് up our കേൾക്കാം. loins with the word of truth. സത്യത്തിന്റെ അരക്കെട്ടി, Israel സത്യത്തെ didn't profit, they suffered loss. ഇസ്രായേൽ മക്കൾ വലിയ നഷ്ടം Let's നേരിടേണ്ടി not വന്നു. manage our lives anymore with resentments and bitterness in our hearts towards God and others. ദൈവത്തോടും മറ്റുള്ളവരോടും നീരസത്താൽ ഇനിയും തുടരാൻ Let us shed ഇടവരല്ലേ. these things from our minds. ഈ കാര്യങ്ങൾ നമുക്ക് കൊടഞ്ഞു That കളയാം. mindset, that mind that thinks on, keeping bitterness and resentments, they are going to produce death in us. കയ്പും വിദ്വേഷവും നിറഞ്ഞ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ജീവിതം Salvation is തടസ്സപ്പെടുത്തുന്നു. progressive. ഈ രക്ഷ പുരോഗമനായ The രക്ഷയാകും. light is shining more and more. അവന്റെ പ്രകാശം അധികമായി We are pursuing a kingdom. വർദ്ധിച്ചു വരുന്നു.
which is righteousness. നീതിയും സമാധാനവും of the righteous കർത്താവിന്റെ is going to be സന്തോഷത്താൽ shining നിറഞ്ഞ as ഒരു രാജ്യത്തെയാണ് നമ്മൾ increasing light. നമ്മൾ അന്വേഷിക്കുന്നത്, Saints, God is അനുഗമിക്കുന്നത്. speaking or ministering to us a present word. ദൈവം ഈ ദിവസങ്ങളിൽ ഒരു വർത്തമാന വചനത്തെ നമ്മളോട് God സംസാരിക്കുന്നു. is brightening the path of his people. ദൈവം അവന്റെ God is ജനത്തിന്റെ bringing for the പാതയെ people who are blind to ശോഭയുള്ളതാക്കുന്നു. the realm of light. അന്ധകാരത്തിലും അന്ധതയിലും നിൽക്കുന്ന ജനത്തെ അവൻ വെളിച്ചത്തിലും കാഴ്ചയിലേക്കും Into കൊണ്ടുവരുന്നു. the realm of light. परमेश्वर उन उन लोगों को लेके आ रहा है जो उसके लोग हैं जो कि उस पर विश्वास करेंगे। People जो अंधे थे उन लोगों को प्रकाश में लेके आ रहे हैं. और परमेश्वर उन लोग जो कि अंधे थे Yes. और देख नहीं पाते थे उनको प्रकाश में। He is bringing his people onto the realm of light. ദൈവം അവന്റെ ജനത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. Their eyes are being opened അവരുടെ കണ്ണുകളെ ദൈവം തുറക്കുന്നു. to behold the Lord and what he is offering to them. ദൈവത്തെയും ദൈവം നൽകുന്നതിനെയും To കാണുവാൻ തക്ക behold നമ്മുടെ him കണ്ണുകളെ തുറക്കുന്നു. and to see that he is the life. അവനാകുന്നു ജീവൻ എന്ന് കാണുവാൻ തക്കവണ്ണം അവരുടെ And കണ്ണുകളെ they ദൈവം are തുറക്കുന്നു. speaking more about life അവർ ജീവൻ അധികമായി സംസാരിക്കുന്നു, than death. മരണത്തിനെ They അധികമായി are അവർ thinking ജീവനത്തെ more കുറിച്ച് about സംസാരിക്കുന്നു. life than death. മരണത്തെക്കാൾ അവർ ജീവനെ കുറിച്ച് And ചിന്തിക്കുന്നു. if we are talking about or thinking about life, we will not think about bitterness and resentments. നമ്മൾ ജീവനെ കുറിച്ച് ചിന്തിക്കുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിൽ കയ്പും വിദ്വേഷം നമ്മൾ തട്ടിമാറ്റും. If we are talking about life, we will not talk about bitterness. जब हम जीवन के बारे में चर्चा करते हैं सोचते हैं तो हम कड़वाहट के बारे में नाराजगी के Yes. They will not speak about death. അവർ മരണത്തെക്കുറിച്ച് സംസാരിക്കുകയില്ല. They will speak more about life and life and life than death. അവർ ജീവനും അധികമായി ജീവനെ കുറിച്ച് You സംസാരിക്കും, know why മരണത്തെക്കുറിച്ചല്ല. they are talking like that? എന്തുകൊണ്ടാകുന്നു അവർ അപ്രകാരം Because they സംസാരിക്കുന്നത്? are thinking that. കാരണം അവർ When you are thinking life, you will മരണത്തെ talk life. ചിന്തിക്കുന്നു. ജീവനെ കുറിച്ച് ചിന്തിക്കുന്നു, ജീവനെ കുറിച്ച് സംസാരിക്കും. And one thing I can say, എനിക്കൊരു കാര്യം they പറയാൻ were കഴിയും. blind at one time, ഒരു സമയത്ത് അവർ but now അന്ധരായിരുന്നു, they're seeing. ഇപ്പോൾ അവർ Now they're കാണുന്നു. beholding light. ഇപ്പോൾ അവർ വെളിച്ചത്തെ As a ദർശിക്കുന്നു. result of that, അത് നിമിത്തം they are becoming blind to the realm of death. അവർ മരണത്തിന്റെ തലത്തെ അവർ അന്ധരായിത്തീരുന്നു. തലത്തെക്കുറിച്ച് അവർ അന്ധരായിത്തീരുന്നു. As their eyes are getting open or their eyes are able to see light and life, their eyes are becoming blind to death. ജീവനും വെളിച്ചത്തിലേക്കും കാണുവാൻ ഇല്ലെങ്കിൽ അവർ കാഴ്ചയുള്ളവരായി തീരുമ്പോൾ അവർ മരണത്തെ കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ച് അവർ അന്ധരായിത്തീരുന്നു. To speak life. ദൈവമേ, And I can ജീവൻ do that സംസാരിപ്പാൻ only നീ when എന്നെ I think സഹായിക്കും. life. കർത്താവേ, ജീവൻ ചിന്തിപ്പാൻ നീ Lord എന്നെ is making a സഹായിക്കണം. people blind to the realm of death. മരണത്തിന്റെ തലത്തെക്കുറിച്ച് അന്ധരായിത്തീരുന്ന ഒരു ജനത്തെ ദൈവം Because ഉയർത്തുന്നു. he is opening their eyes to see life. കാരണം അവർ ജീവൻ He is കാണുവാൻ opening their തക്കവണ്ണം eyes അവരുടെ to see കണ്ണുകളെ the തുറക്കുന്നു. salvation of their soul now. അവരുടെ പ്രാണന്റെ വിടുതൽ They are beginning to ഇപ്പോൾ see God's അനുഭവിക്കുന്നു. purpose. അവർ ദൈവത്തിന്റെ ഉദ്ദേശത്തെ അവർ And the കാണുവാൻ salvation തുടങ്ങുന്നു. of their soul now. അവരുടെ പ്രാണന്റെ വിടുതൽ And they are looking അവർ forward അനുഭവിക്കുന്നു. to the redemption of their even bodies. അവരുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അവർ ആകാംക്ഷയോടെ They are കാത്തിരിക്കുന്നു. beholding the redemption of their body. അവരുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി അവർ ആകാംക്ഷയോടെ They are കാത്തിരിക്കുന്നു. beholding the final salvation. അവർ ആ ദർശനത്താൽ ആ രക്ഷയുടെ പൂർണ്ണതയെ അവർ ദർശിക്കുന്നു. അവരുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ രക്ഷയുടെ പൂർണ്ണതയെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് അവർ And live death. മരണത്തെ ചിന്തിക്കുന്നില്ല, അവർ മരണത്തെ സംസാരിക്കുന്നില്ല, Yes. Because they will not think death. അവർ So മരണത്തെ brothers and sisters, ചിന്തിക്കാത്തത്. responsibility is on you and me.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഉത്തരവാദിത്വം നമ്മൾ Don't blame the ഓരോരുത്തരുടെ devil. പിശാചിനെ പക ചായരുത്, മറ്റുള്ളവരെ പക ചായരുത്, Or, പഴി ചായരുത്. but let us take the responsibility. നമുക്ക് ഈ ഉത്തരവാദിത്വം I ഏറ്റെടുക്കാം. have to take responsibility. നാം ഓരോരുത്തരും ഈ Shake ഉത്തരവാദിത്വം off ഏറ്റെടുക്കും. every dust. എല്ലാവിധമായ The day of the Lord is darkness and gloominess. പൊടി തട്ടി But it's like a morning കുടഞ്ഞു sun കളഞ്ഞ് on the mountain. എഴുന്നേൽക്കാം. Hallelujah. अंधियारे का और बदली का दिन है और उसका दिन भोर का और प्रकाश का जो पर्वत May God help us. ദൈവം നമ്മെ സഹായിക്കട്ടെ. Resentment and bitterness. കയ്പും Oh, it's നീരസവും time to get out of that stuff. അതിൽ നിന്ന് പുറത്തു വരാനുള്ള സമയം Deliver ഇതാ us. വന്നിരിക്കുന്നു. Let's experience that salvation. ഈ that രക്ഷ deliverance അനുഭവിപ്പാനാകട്ടെ. from bitterness and resentment in our hearts, in our minds. And I want to tell you, when you are set free, you will see a great weight taken off you. ഇതിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുമ്പോൾ ഒരു വലിയ Yes. ധനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോയതുപോലെ നമ്മൾ Are അനുഭവിക്കും. having this problem പലർക്കും bitterness with God in their hearts. പലരുടെയും ഹൃദയത്തിൽ ദൈവത്തോട് നീരസമുള്ള ഒരു പ്രശ്നം ഞാൻ കാണുന്നു. Promise. പക്ഷേ And those who fear God, പക്ഷേ യഹോവയെ ഭയപ്പെടുന്നവർ, He comes with healings in His wings. അവൻ May God help us. റോബസ് Shall we all stand up in അവന്റെ His ചെറിയൻ presence? കീഴിൽ Brethren, thanks to God. അവൻ ഉദിക്കുന്നു. Thank the Lord for this time. that ദൈവം He നമ്മെ has given us. സഹായിക്കട്ടെ. His delivering word. Hallelujah. Let's experience the power of His word as we obey His word. ഈ വചനത്തെ അനുസരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. Let's come into that realm. ആ തലത്തേക്ക് വരുവാൻ ദൈവം That സഹായിക്കട്ടെ. we may be blind unto the realm of death. മരണത്തിന്റെ തലത്തെ കുറിച്ച് നമ്മൾ അന്ധരായി As തീരുവാൻ our ദൈവം eyes സഹായിക്കട്ടെ. are open to behold the realm of life. ജീവന്റെ തലം കാണുവാൻ ദൈവം Our നമ്മെ eyes are സഹായിക്കട്ടെ. open to behold Him അവനെ and His കാണുവാനും life, അവന്റെ ജീവനെ His കാണുവാനും purpose, അവന്റെ His ഉദ്ദേശങ്ങളെ salvation. കാണുവാൻ അവന്റെ രക്ഷയെ കാണുവാൻ Thank ദൈവം you. നമ്മെ സഹായിക്കട്ടെ. And that we become blind to the realm of death. മരണത്തിന്റെ തലത്തെ കുറിച്ച് അന്ധരായി തീരുന്ന Salvation is, ജീവന്റെ തലത്തെ കാണുവാൻ ദൈവം സഹായിക്കട്ടെ. we will be those who look forward to the salvation of our soul, our thought, our emotions, and our will. നമ്മുടെ പ്രാണന്റെയും നമ്മുടെ Looking further ചിന്തയുടെയും forward നമ്മുടെ When വികാരത്തിന്റെയും our evil വീണ്ടെടുപ്പ് നമ്മൾ അനുഭവിക്കാം. Yes, saved, redeemed. The redemption of our bodies. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പും അനുഭവിപ്പാൻ ദൈവം Therefore, സഹായിക്കട്ടെ. live in the hope ഈ ഒരു പ്രത്യാശയിൽ ജീവിപ്പാൻ ദൈവം God സഹായിക്കട്ടെ. has promised to us. ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്ത Darkness ഈ രക്ഷ and gross ഇതാകുന്നു. darkness. But arise, shake off every dust, every negative thinking, ignorance. Hallelujah. Let's walk this way. Thank you, Jesus. Hallelujah, Lord. Bless the name of the Lord. Thank you, Jesus. So take this word into your heart. Pray in your heart as we are going to conclude with a word of prayer. Don't waste this time. Respond to God and see the power of His word working in your life through the Holy Spirit.